എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് പോകാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും നല്ല മഴയല്ലേ. അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ചുമയ്ക്കും പനിക്കും ഒക്കെ നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ ഈ കൂട്ടാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടാനാണ് നമ്മളിന്ന് വെക്കുന്നത്. കൊള്ളുപുളി, അതും നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കൊള്ളുപുളിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കൊള്ളു വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു നാഴി കൊള്ള എടുത്തിട്ടുണ്ട്. കൊള്ള എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് വറക്കാണ്ടും ചെയ്യുക, വറുത്തിട്ടും ചെയ്യുക, കൊള്ളു വെള്ളത്തിലിട്ടിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ കൊള്ളുപുളി വെക്കുന്ന സമയത്ത് ഇതൊന്ന് വറുത്തെടുക്കുമ്പോഴാണ് നല്ല മണവും അതുപോലെ തന്നെ നമ്മുടെ കൊള്ളിന് ടേസ്റ്റ് കൂടുതലും ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ വറുത്തെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുറേ നേരം കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി വരും. പിന്നെ പോരാത്തതിന് നല്ലൊരു മണവും കൂടെ വരും കേട്ടോ. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കുക. വറുത്തിട്ട് പുളി വയ്ക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും സ്വാദും ഒക്കെ ഒന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. അത് പൊട്ടി വരുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ പൊട്ടി പൊട്ടി വന്നതിന് ശേഷം നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങളൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് കൊള്ളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. നമ്മുടെ ഈ ഭാഗത്ത് മുതിരെ പറയുന്ന പേരാണ് കേട്ടോ കൊള്ള്. ചില സ്ഥലങ്ങളിലൊന്നും കൊള്ള് എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൊള്ളിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് മുതിരയാണോ എന്ന് കേട്ടോ. അപ്പോൾ മുതിര തന്നെയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കൊള്ള് എന്ന് പറയാറുള്ളത്. മുതിര കുതിരയുടെ ബലം ചെയ്യുന്നതാണ് കേട്ടോ പറയുക. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ നമ്മുടെ കൊള്ള് സഹായിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല മഴയുള്ള സമയത്ത് അതുപോലെ പനി ചുമ ഇതൊക്കെ ഉള്ള സമയത്ത് ഇത് വെച്ച് കഴിക്കുമ്പോൾ എന്താ പറയുക നല്ല ചൂടുണ്ടാകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇത് ശരീരത്തിന് വളരെ നല്ലതുമാണ്. അപ്പോൾ നമ്മൾ തോരൻ വെച്ചിട്ട് പുളി വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കൊള്ള് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചീൻചട്ടിയിലേക്ക് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാണ്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ കൊള്ളു പുളി വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും മണമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാണ്ടാണ് ഇത് നമ്മൾ വറുത്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൊള്ള് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർക്കുക, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നമുക്കിതൊന്ന് അടുപ്പിച്ചെടുക്കാം. കൊള്ള് ആദ്യം തനിയെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ കൊള്ള് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ആദ്യം നമ്മൾ കൊള്ള് മാത്രം ഒന്ന് വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി ചതച്ചുകൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം കുറച്ചും കൂടെ വേണം കേട്ടോ. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പുളി ആയി വരുന്ന സമയത്ത് നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ പച്ചമുളകും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മസാലയും ചേർത്തതിന് ശേഷം ഒരു 2 വിസിൽ നമുക്കതൊന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ 2 വിസിലടിച്ച് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കൊള്ള്. പിന്നെ നമ്മൾ ഒന്ന് തീ കത്തിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ പറഞ്ഞിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി, അത് ഒന്നാമത് നമുക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ചുള്ള പുളി എടുക്കാം കേട്ടോ.
ആ പുളി എടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്നതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് ഈ കൊള്ളിലേക്ക് ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊള്ളുപുളിയിൽ പുളി അല്പം മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. പുളി തീരെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളുപുളിയിൽ കുറച്ച് മുന്നിട്ട രീതിക്ക് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് തിളച്ചങ്ങട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ പുളിപ്പ് നോക്കിയപ്പോൾ പുളിപ്പൊക്കെ പാകമാണ്. അപ്പോൾ നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിത് എടുക്കുന്നത് കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ. കൊള്ളുപുളിയൊക്കെ കുറച്ച് വെള്ളം പോലെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം വെള്ളമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കമ്മിയായിട്ട് എടുത്താൽ മതി. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ കുറച്ച് വെള്ളത്തോടെ കഴിച്ച് നമുക്ക് അതേ ശീലമായി കേട്ടോ ഈ കൊള്ളുപുളി. അപ്പോഴാണ് ഇതിനൊരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കമ്മിയാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തേങ്ങയും പുളിയും എല്ലാം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. നമ്മുടെ പുളി നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും. എല്ലാ സാധനവും നമ്മൾ വറുത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. എല്ലാം വറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പച്ചയ്ക്കാണ് അരച്ച് ചേർക്കേണ്ടത്, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു രുചി കൂടുതലുണ്ടാവുക കേട്ടോ. അങ്ങനെ വറ്റൽമുളകൊക്കെ പൊട്ടിച്ച് ചേർത്ത് അതെല്ലാം റെഡി ആയതിന് ശേഷം നമ്മുടെ കൂട്ടാനിലേക്ക് നമ്മൾ വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കൊള്ളുപുളി റെഡി ആയിട്ടുണ്ട്. ചുമ, പനി, തണുപ്പ് ഒക്കെ തോന്നുന്ന സമയത്ത് ഇത് ഇങ്ങനെ തനിയെ കുടിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല നമുക്ക് സൂപ്പ് പോലെ കുടിക്കാനും നന്നായിരിക്കും. പിന്നെ കൊള്ളു രസം, അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊള്ളുപുളി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാഴയ്ക്കും ഉരുളക്കിഴങ്ങും കൂടി ഒരു ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വേവിച്ച് കടുകൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാണ്ടിരുന്ന് നമ്മൾ ചോറ് വിളമ്പി കൊടുത്ത് നമ്മുടെ പാത്രം നിറയെ ഇതുപോലെ കൊള്ളുപുളി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് കഴിക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പറയുന്നത് വറ്റലോ പപ്പടോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറ്റലാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വറ്റലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടെ തന്നെ നമ്മൾ ഉപ്പേരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊള്ളുപുളി കേട്ടോ. കടുക് വറുക്കുന്ന സമയത്ത് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ പുളിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.